രണ്ടാം വാരം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ ദിലീപ് ചിത്രം ഫഫബ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഫഫ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ദിലീപ് ഡയറക്ടർ ചിത്രത്തിൻ്റെ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിൽ സ്വന്തം ഡയറക്ടർ ജനപ്രിയ നായകൻ ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, റെഡി കിങ്ലി, ബാലു വർഗീസ് തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ താരങ്ങളും അണിനിരുന്ന ഒരു ചിത്രമായിരുന്നു ധനഞ്ജയ് ശങ്കർ അണിയിച്ചൊരുക്കിയ ഫഫബ എന്ന് പറയുന്ന സിനിമ. ഭയം, ഭക്തി, ബഹുമാനം എന്നർത്ഥം വരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടിയെങ്കിലും വലിയൊരു കളക്ഷൻ ആദ്യ ദിനങ്ങൾ ഉയർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 ദിവസം കൊണ്ട് 40 കോടി പിന്നിട്ട ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വൻ പരാജയമാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത്. ഡയറക്ടറിന്റെ തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനത്തിന് 165 കോടി രൂപയാണ് സ്വന്തമാക്കി. ആദ്യ വീക്കെൻഡിൽ തന്നെ 250 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. പിന്നീട് അങ്ങോട്ട് തുടർ പരാജയമായിട്ട് മാറുന്ന സെയിം അവസ്ഥ തന്നെയാണ് ഫഫബ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ദിലീപ് ചിത്രത്തിനും കാണാൻ സാധിക്കുന്നത്. രണ്ടാം വാരത്തിലോട്ട് കിടന്ന ചിത്രത്തിന് ഇപ്പോഴും 50 കോടി നേടാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നത്. എങ്കിലും ചില സൈറ്റുകളിൽ ചിത്രം 50 കോടി പിന്നിട്ടെന്നും പറയുന്നുണ്ട്. സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേടി 44 കോടി 75 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം പതിപ്പ് മാത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ മാത്രം ചിത്രം ഏകദേശം 23 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വരും ദിവസങ്ങളിൽ മികച്ച വിജയം കണ്ടെത്തുമെന്ന് കണ്ടുതന്നെ അറിയാം. അപ്പോൾ ഫഫബ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ദിലീപ് ചിത്രം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.